കീം എൻട്രൻസ് പരീക്ഷയിൽ 18ാം റാങ്ക് കരസ്ഥമാക്കി ബ്രില്യന്റിന്റെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥിയാണ് ആയുഷും ആയുഷിന്റെ അമ്മയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആയുഷിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയുഷ്, കൺഗ്രാറ്റുലേഷൻസ് 18ാമത്തെ റാങ്ക് നേടുന്നതിന്. അപ്പം എപ്പോഴെങ്കിലും മോൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നോ? കീമൊക്കെ വരുമ്പോഴത്തേക്കും 18ാമത്തെ റാങ്ക് ഒക്കെ കിട്ടുമെന്ന് എപ്പോഴെങ്കിലും? 18 കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല റാങ്ക് കിട്ടുന്നുണ്ടായിരുന്നു. 18 പോലെ അത്രയും നല്ല കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പം മോൻ ഈ കീമിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ച സമയത്ത് എങ്ങനെയായിരുന്നു മോന്റെ മോഡ് ഓഫ് സ്റ്റഡി ഒക്കെ? മോഡ് ഓഫ് സ്റ്റഡി യൂഷ്വൽ പോലെ തന്നെയായിരുന്നു. മെയിൻസിനും അഡ്വാൻസിനും ഒക്കെ പഠിച്ച പോലെ തന്നെയായിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പൊ അഡ്വാൻസ്ഡ് മെയിൻസ് എന്നൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു റാങ്ക് ക്രൈറ്റീരിയ ഒന്ന് പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു? മെയിൻസിന് 4000 ആയിരുന്നു, പിന്നെ അഡ്വാൻസിന് 5000. ഓക്കെ, അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്ത അതേ മൂഡ് തന്നെയായിരുന്നോ കീമിനും? അതിന് പഠിച്ചത് തന്നെയായിരുന്നു ഇതിനും യൂസ്ഫുൾ. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പത്തെ ഇതുപോലത്തെ ഒരു എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയില് എപ്പോഴെങ്കിലും സ്വപ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ മനസ്സിന് വരുമെന്ന് അമ്മേനൊക്കെ കൂട്ടി? ജോയിൻ ചെയ്യുമ്പോഴേ വിക്ടറി ഡേ ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടാ വന്നത്. ഇതിനു മുമ്പ് നടന്നിരുന്ന വിക്ടറി ഡേ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഏട്ടന്മാരുടെ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടന്മാർ ഇവിടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതല്ല, സീനിയേഴ്സിനെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ സീനിയേഴ്സിനെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ വരണോന്നൊക്കെ? അപ്പൊ അമ്മേനെയും കുട്ടി ഇവിടെ നിൽക്കുമ്പോ എന്താ തോന്നുന്നേ? ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം മോന്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? സ്കൂൾ ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലായിരുന്നു. ഓക്കെ, അപ്പൊ 2 കൊല്ലം ബ്രില്യന്റിന്റെ കൂടെ ആയിരുന്നു അല്ലേ? അവിടെ പഠിച്ചപ്പോ എങ്ങനെയായിരുന്നു പഠിക്കുന്ന രീതികളൊക്കെ? ബ്രില്യന്റിന്റെ കൂടെ വന്നപ്പം ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു. അവിടെ ഒരു ഫ്ലോയില് പോയിട്ടുണ്ടായിരുന്നു സ്റ്റഡി ഒക്കെ. അങ്ങനെ അത്രയും പ്രഷറായിട്ടൊന്നും കണ്ടില്ല. എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് വീക്ക്ലി എക്സാംസ് അങ്ങനെയൊക്കെ ഇല്ലായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? വീക്ക്ലി എക്സാംസ് ഉണ്ടായിരുന്നു. പിന്നെ അവസാനമായപ്പോ ഓൾമോസ്റ്റ് ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെയൊക്കെ കീമിന് വന്നിട്ടുണ്ടായിരുന്നോ? സെയിം പാറ്റേൺ ഒക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ഈസിയറാ സത്യം പറഞ്ഞാൽ വന്നത്. ഇവിടുത്തെ എക്സാമിനെക്കാളും കുറച്ചുകൂടെ ഈസിയർ ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടുത്തെ എക്സാംസ് ഫേസ് ചെയ്തപ്പോ അവിടുത്തെ ക്വസ്റ്റ്യൻസ് വന്നപ്പോ അധികം സമയം എടുക്കേണ്ട വന്നില്ല അല്ലേ? അപ്പം മോന്റെ ഇങ്ങനെ ഒരു സന്തോഷ നിമിഷത്തിൽ വന്ന് നിൽക്കുമ്പം അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? നല്ല സന്തോഷം. ബ്രില്യന്റ് ഫാമിലിയോട് വളരെ താങ്ക്ഫുൾ ആണ്. ഇന്റഗ്രേറ്റഡ് ആയിട്ട് +2 ഇതും കൂടെ ചെയ്തത്. അപ്പോൾ ബ്രില്യന്റിന്റെ ഹെൽപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സഹായം. അവനെ ഒരു ചിട്ടയായ പഠനത്തിന് സഹായിച്ചത് അത് തന്നെയാണ്. മോൻ തന്നെയാണോ ബ്രില്യന്റ് സജസ്റ്റ് ചെയ്തത്? മോള് അവിടെയാ പഠിച്ചത്. മോളും ബ്രില്യന്റിലാണ്. മോള് ഏത് ബാച്ച്, എന്താ പഠിച്ചത്? മോള് ഇപ്പം MSc ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രില്യന്റിൽ ഏതാ ബാച്ചിലാണ് പഠിച്ചത്? നീറ്റ് ആയിരുന്നു. പിന്നെ അവൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോ അത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, വേണ്ടാന്ന് തീരുമാനിക്കുമായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പം മോൻ അതെല്ലാം ഓവർകം ചെയ്തു. ഇത്രയും വലിയൊരു 2 വർഷം നിന്നു. ഞങ്ങളെയൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്തു. ശ്രമിച്ചു നല്ലപോലെ. ദൈവാനുഗ്രഹവും ഗുരുക്കന്മാരുടെ പാലക്കാട് എപ്പോ വന്നു? ഇന്ന് രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാ. രാവിലെ വന്നു. അപ്പം ഇവിടെ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ? അപ്പം ഇത്രയും ദൂരം യാത്ര ചെയ്ത് മോന് വേണ്ടി വന്നല്ലേ? അപ്പം എന്ത് തോന്നുന്നു ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ? സന്തോഷം തോന്നുന്നുണ്ട്. അവന് ദൈവത്തിന്റെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ കൃപയും എല്ലാം ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം ആയുഷ് എവിടെയെങ്കിലും അഡ്മിഷന് ഉള്ളതായിട്ടുണ്ടോ? പ്രൊസീജിയേഴ്സ് ആയിട്ടുണ്ടോ? NIT കാലിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, NIT കാലിക്കറ്റ് അത് സ്വപ്നം കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? അപ്പൊ അവിടെ അഡ്മിഷൻ നേടണമെന്നാണോ? അപ്പം ഏത് ബ്രാഞ്ചാ സെലക്ട് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. അത് സ്വപ്നമായിരുന്നോ? എന്തുകൊണ്ടാ കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണമെന്നൊരു തോന്നല്? പണ്ടേ കോഡിങ് AI ഒക്കെ തന്നെ സ്വപ്നം. അപ്പൊ ഈ കാലത്ത് AI ഒക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള സമയമാണ് അല്ലേ? അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്തു. അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാൻ NIT കാലിക്കറ്റുമായിട്ട് പോകുക എന്നല്ലേ? അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത് നല്ലൊരു കരിയർ തന്നെ ആയുഷിന് ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയില് ഏറ്റവും നല്ല ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെ കിട്ടട്ടെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.